മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 36-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം ന്യയുങ്ക്ത കുധിയാ തേനാപിരുന്ധൻ പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോഹൃത. അന്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജമദഗ്നി മഹർഷി സ്തുതിച്ച് സ്വർഗലോകത്തിൽ നിന്ന് സുരഭിയെ എത്തി തൻ്റെ ആശ്രമത്തിൽ നിർത്തി. അങ്ങനെ സമൃദ്ധമായി തീർന്ന ആശ്രമത്തിൽ നിന്ന് പരശുരാമൻ യാത്ര പുറപ്പെട്ട് ഭൃഗുമഹർഷിയുടെ നിർദ്ദേശപ്രകാരം പരമശിവനെ സേവിച്ചു, സന്തോഷിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പരശു മേടിച്ചു. അത് കഴിഞ്ഞ് മഹാസ്ത്രങ്ങൾ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള അസുരന്മാരെയൊക്കെ കൊന്ന് വേറെയും മഹാസ്ത്രങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം അകൃതവർണ്ണമുനി എന്ന സ്നേഹിതനോടുകൂടി ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ കാർത്തവീര്യനെ വധിക്കാൻ ഉണ്ടായതായിട്ടുള്ള കാരണങ്ങൾ നേരത്തെ പറഞ്ഞുല്ലോ. കാർത്തവീര്യാർജുനനെ താൻ തന്നെ വധിച്ചുകൊള്ളാം എന്ന് മഹാവിഷ്ണു ദത്താത്രേയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വരം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പരശുരാമ അവതാരത്തിൻ്റെ ഒരു ഉദ്ദേശം, അതാണ് പറഞ്ഞത്. അപ്പം ഇനി ആ അവതാര ഉദ്ദേശങ്ങളിൽ ഒന്ന് അത് നടപ്പാക്കാനായിട്ട് പുറപ്പെടുകയാണ് എന്നാണ്. അതും അതിനോടനുബന്ധമായിട്ട് ബാക്കി രണ്ടാമത്തെ ഉദ്ദേശവും ക്ഷത്രിയന്മാരെ കുറേ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളതായിട്ടുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഉദ്ദേശങ്ങളുടെ പരിപൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള അവസ്ഥയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയണത്. ആഖേടോപഗതോർജുന. ആഖേടം എന്ന് പറഞ്ഞാൽ നായാട്ട്. നായാട്ടിൻ്റെ ഇടയിൽ വന്നു ചേർന്നു, ആശ്രമത്തിൽ എത്തിച്ചേർന്നതായിട്ട് ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതായ അർജുന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തവീര്യാർജുനൻ. ആഖേടോപഗത അർജുന. ആഖേടത്തിൽ, അതായത് നായാട്ടിന് പുറപ്പെട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നതായിട്ടുള്ള ഉപഗത, അവിടെ എത്തിച്ചേർന്നതായ അർജുന കാർത്തവീര്യാർജുനൻ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഹി ത്വൽപിത്ര എന്ന് പദം മുറിക്കുമ്പോൾ സമ്പദ്ഗണൈഹി ത്വൽപിത്ര പരിപൂജിത. നല്ല പോലെ പൂജിക്കപ്പെട്ടു. അതായത് ആശ്രമത്തിൽ രാജാവ് സപരിവാരങ്ങളോട് കൂടിയിട്ടാണ് വരിക. എന്താ വെച്ചാൽ ഒറ്റയ്ക്കൊന്നും ആയിരിക്കില്ല. രാജാവ് നായാട്ടിന് വരുമ്പോഴും പരിവാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരെയും ഈ ആശ്രമത്തിൽ മഹർഷിക്ക് പൂജിക്കാനായിട്ട് യാതൊരു വിഷമവും ഉണ്ടായില്ല എന്നാണ്. ത്വൽപിത്ര പരിപൂജിത നല്ല പോലെ പൂജിക്കപ്പെട്ടവനായി വേണ്ട വിധത്തിൽ സത്കരിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെ ആശ്രമത്തിലെ വനത്തിൽ തൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്നതായിട്ടുള്ള ഒരു മഹർഷിക്ക് രാജാവിനെയും അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെയും ഒക്കെ സത്കരിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഹി. ആ പിതാവിന് സമ്പദ്ഗണം ഉണ്ടായിരുന്നു. എങ്ങനെ സമ്പദ്ഗണം ഉണ്ടായ? സമ്പദ്ഗണം വെച്ചാൽ സമ്പത്തിൻ്റെ സമൂഹം, ധാരാളം സമ്പത്തുണ്ടായിരുന്നു. എങ്ങനെ വന്നു? സുരഗവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരഗോവ് എന്നുള്ള അർത്ഥം തന്നെയാണ്. അത് സമാസത്തിലാണ് ഗവി എന്നാവണത്. സുരഗോവ്, അതായത് ദിവ്യധേനു, സ്വർധേനു. ആ സ്വർധേനുവിൽ നിന്ന് സിദ്ധിച്ചതായ സുരഗവി സംപ്രാപ്തം, ആ സ്വർധേനു നൽകിയതായ സമ്പത്ത്, അത്യധികമായ സമ്പത്ത്, കാമധേനുവിൻ്റെ വരം കൊണ്ട് ലഭിച്ചതായ സമ്പദ്ഗണങ്ങളെ കൊണ്ട് ഈ രാജാവിനെയും
അനുചരന്മാരെയും ഒക്കെ വേണ്ട പോലെ സൽക്കരിച്ചു മുനി എന്നാണ്. സുരഗവി സംപ്രാപ്തം, സുരഗവിയിൽ നിന്ന് സംപ്രാപ്തമായ ലഭിച്ചതായ, കാമധേനുവിൽ നിന്ന് ലഭിച്ചതായ സമ്പദ്ഗണങ്ങളെ കൊണ്ട്, സമ്പത്തുകളെ കൊണ്ട്, സമ്പദ് സമൂഹങ്ങളെ കൊണ്ട് വേണ്ട വിധത്തിൽ പൂജിക്കപ്പെട്ടതായ ആ രാജാവ് അർജുനൻ, അർജുനൻ്റെ വിശേഷനാണ്. പരിപൂജിത പുരഗത, അങ്ങനെ നല്ലപോലെ പൂജിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് വളരെ സന്തോഷമായി രാജാവിന്. രാജാവ് തിരിച്ച് തൻ്റെ രാജ്യത്ത് ചെന്നു, തൻ്റെ പുരിയിൽ, നഗരത്തിൽ ചെന്നു, തലസ്ഥാനത്ത് ചെന്നു. പുരഗത അപ്പോൾ ഈ മന്ത്രിമാർക്കൊക്കെ എന്തായി തോന്നി എന്നാണ്. ഇങ്ങനെ രാജാവിനെ സൽക്കരിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ അത് ആ കാമധേനുവിൻ്റെ കേമത്തം കൊണ്ടാണല്ലോ. ആ കാമധേനുവിനെ നമുക്ക് ഇവിടെ രാജ്യത്തുണ്ടായാൽ ആ സമ്പത്തൊക്കെ ഈ രാജ്യത്തുണ്ടാവില്ലേ? ആ കാട്ടിൽ കിടക്കണ്ടായ മഹർഷിക്ക് എന്തിനാ ഈ സമ്പത്തൊക്കെ? അത് ആവശ്യമില്ല. അപ്പോൾ ആ കാമധേനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് തീർച്ചയാക്കി മന്ത്രിമാർ തുമ്മോഹായി. അപ്പം അങ്ങനെ ആ മന്ത്രിമാരുടെ വാക്ക് കേട്ടിട്ട് രാജാവിനും കുറച്ചൊന്ന് ഇളകി എന്നാണ്. അങ്ങനെ ഇളകാൻ, അതായത് സ്വതേ രാജാവ് വളരെ ഭഗവത് ഭക്തനാണ്, ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. എങ്കിലും അങ്ങനെയല്ല, ആ ദുർമന്ത്രിവാച, ആ ദുഷ്ടനായിട്ടുള്ള ആ മന്ത്രിയുടെ വാക്കുകൊണ്ട്, ദുഷ്ടനായിട്ടുള്ള മന്ത്രിയുടെ വാക്കുകൊണ്ട് ദുർമന്ത്രിവാച പുനഃ, വീണ്ടും, അതായത് തിരിച്ച് നഗരത്തിലേക്ക് എത്തി. എങ്കിലും ആ മന്ത്രി പറഞ്ഞതനുസരിച്ച്, മന്ത്രിയുടെ വാക്കനുസരിച്ച് പുനഃ ഗാം ക്രേതും, ആ പശുവിനെ വാങ്ങിക്കാനായിട്ടാണ്, അല്ലാണ്ട് അതിനെ തട്ടിപ്പറിച്ചു കൊണ്ടുവരണമെന്ന് രാജാവ് പറഞ്ഞിട്ടേ ഇല്ല. ഗാം ക്രേതും വാങ്ങിക്കുവാനായിട്ട്. അതിന് മഹർഷി എന്താ വേള ചോദിക്കണത് എന്ന് വെച്ചാൽ, ആ ഇത് കൊടുത്തിട്ട്, സമ്പത്ത് കൊടുത്തിട്ട് ആ ധേനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് മന്ത്രിമാർ ഉപദേശിച്ചതനുസരിച്ച് ആ ധേനുവിനെ വാങ്ങിക്കുവാനായിട്ട് ഗോവിനെ, ഗൗഹു എന്നുള്ളതിൻ്റെ ദ്വിതീയ ഏകവചനം ഗാം എന്നാ വരിക. ഗാം ക്രേതും, ആ ഗോവിനെ വാങ്ങിക്കാനായി, ക്രേതും വാങ്ങിക്കുവാൻ, സജീവം ന്യയുങ്ത, സജീവം തൻ്റെ മന്ത്രിയെ ന്യയുങ്ത നിയോഗിച്ചു. അതിനെ വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. സജീവം ന്യയുങ്ത നിയോഗിച്ചു. സജീവൻ മന്ത്രിയെ നിയോഗിച്ചു. സജീവം ന്യയുങ്ത. ഇനി അപ്പോൾ രാജാവ് മന്ത്രിയെ അത് പറഞ്ഞയച്ചത് അതിനെ വാങ്ങിച്ചു കൊണ്ടുവരണം എന്നാണ്. അതിന് വേണ്ട പ്രതിഫലം കൊടുത്തിട്ട് ആ ധേനുവിനെ വാങ്ങിക്കാനേ പറഞ്ഞുള്ളൂ. അത് തന്നെ മന്ത്രിമാരുടെ ഉപദേശം കൊണ്ടാണ് അങ്ങനെ അത്രത്തോളം ചെയ്തത്. പക്ഷേ ഈ മന്ത്രി എന്തു ചെയ്തു? കുൽസിത ബുദ്ധിയായ ആ മന്ത്രിയാൽ, സജീവനാൽ, കുൽസിതമായ കുൽസിതമായ ബുദ്ധിയോടുകൂടിയ, ദുഷ്ടമായ ബുദ്ധിയോടുകൂടിയ തേന, ആ മന്ത്രിയാൽ സജീവനെ നിയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേന എന്നുള്ളത് ആ സജീവനിലേക്കാണ്. ആ തേന സജീവേന, ആ സജീവനാൽ, ആ മന്ത്രിയാൽ, തേന അഭി, ആ കുധിയായ ദുഷ്ടബുദ്ധിയായ മന്ത്രിയാലാകട്ടെ, രുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ വത്സഹ വത്സൻ, ആ കുട്ടിയെ അങ്ങോട്ട് അപഹരിക്കപ്പെട്ടു, കൊണ്ടുപോയി കുട്ടിയെ എന്നാണ്. പശുക്കുട്ടിയെ ബലമായിട്ട് കൊണ്ടുപോയി എന്നാണ്. എങ്ങനെയാണ് കൊണ്ടുപോയത്? കൊടുത്തിട്ടൊന്നുമല്ല, ജമദഗ്നി കൊടുത്തിട്ടൊന്നുമല്ല. രുന്ധന്മുനി പ്രാണക്ഷേപം, രുന്ധൻ തടയുന്നതായിട്ടുള്ള, അതായത് പശുവിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ മഹർഷി തടഞ്ഞു. അത് അതിമോഹം കൊണ്ടല്ലേ എങ്ങനെ ചെയ്യണത്, അത് ശരിയല്ല എന്ന് തീർച്ചയാക്കിയിട്ട് രുന്ധന്മുനി, അതിനെ രുന്ധൻ തടയുന്നതായ മുനി, മഹർഷി ജമദഗ്നി, ആ ജമദഗ്നിയുടെ പ്രാണക്ഷേപം, പ്രാണൻ ഇല്ലാണ്ടാക്കി, പ്രാണനെ വിളിച്ചറിഞ്ഞു, പ്രാണനെ ഇല്ലാണ്ടാക്കി ആ മഹർഷിയെ വധിച്ചു. പ്രാണക്ഷേപം, ആ പ്രാണനെ ക്ഷേപം ചെയ്തതുകൊണ്ട്, നശിപ്പിച്ചതുകൊണ്ട്, വധിച്ചതുകൊണ്ട് പ്രാണക്ഷേപ സരോഷം. അപ്പോൾ ഗോവിന് വളരെ, കാമധേനുവിന് ഈ മഹർഷി തന്നെ സ്വർഗത്തിൽ നിന്ന് സ്തുതിച്ചു വരുത്തിയതായിട്ടുള്ള ഈ സാധുവായിട്ടുള്ള മഹർഷി
ആ മഹർഷിയെ കൊന്ന് കുട്ടിയെ കൊണ്ടുപോകാനാണ് മന്ത്രി പുറപ്പെടുന്നത്. അപ്പോൾ സഹിച്ചില്ല, ഗോവിന് കാമധേനുവിനത് സഹിച്ചില്ല. എന്നിട്ട് രുന്ധൻ മുനി പ്രാണക്ഷേപം, അങ്ങനെ ആ തടയുന്നതായിട്ടുള്ള മുനിയുടെ പ്രാണനെ ഇല്ലാണ്ടാക്കി ആ മഹർഷിയെ കൊന്നു. അതിൽ പ്രാണക്ഷേപ സരോഷം, അപ്പം അതിൽ ഈ ഗോവിന് കാമധേനുവിന് അത്യധികമായ രോഷം വന്നു. സരോഷ ഗോഹത ചമൂചക്രേണ, ആ സരോഷയായിട്ടുള്ള ഗോവ് കാമധേനു എന്തു ചെയ്തു? ഗോഹത ചമൂചക്രേണ, ചമൂചക്രത്തെ മുഴുവൻ കൊന്നു, വധിച്ചു എന്നാണ്. ആ മന്ത്രിയുടെ ഒപ്പം വന്നതായിട്ടുള്ള സൈന്യം, ചമൂചക്രം സൈന്യ സമൂഹം, ആ സമൂഹത്തെ മുഴുവൻ വധിച്ചു, ഇല്ലാണ്ടാക്കി. ഈ ഗോവ് തൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതായിട്ടുള്ള, അങ്ങനെയാണ് പറയണത്, തൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ശക്തി ഉത്ഭവിപ്പിച്ചതായ സൈന്യങ്ങളെ കൊണ്ട്, കാമധേനുവിൻ്റെ സമ്പ്രദായം അങ്ങനെയാണല്ലോ, ഇഷ്ടമുള്ളതിനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കാമധേനുവിൻ്റെ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നതായ സൈന്യങ്ങളെ കൊണ്ട് ഈ മന്ത്രിയോടൊപ്പം വന്നതായിട്ടുള്ള സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. ചമൂചക്ര സൈന്യത്തിൽ, ദേഹത്തിൽ നിന്ന് വന്ന സൈന്യം എന്നൊന്നും പറയണില്ല. ഗോഹത ചമൂചക്രേണാന്ന് ഈ ശ്ലോകത്തിൽ പറയണല്ലോ. ആ ഗോവിനാൽ ഹതന്മാരായ ചമൂചക്രത്തോടുകൂടിയ സൈന്യ സമൂഹത്തോടു കൂടിയതായ ആ മന്ത്രിയാൽ തേന എന്നുള്ളതിൻ്റെ വിശേഷണമാണത്. ചമൂചക്രേണ തേന, ഹതചമൂചക്രേണ, ഹതമായ വധിക്കപ്പെട്ടതായ ചമൂചക്രത്തോടു കൂടിയ സൈന്യ സമൂഹത്തോടു കൂടിയ ആ മന്ത്രിയാൽ വത്സഹ ഹൃതഃ, പശുക്കുട്ടി അപഹരിക്കപ്പെട്ടു. അപ്പോൾ കാമധേനുവിൻ്റെ തൻ്റെ ശരീരത്തിൽ നിന്ന് സൈന്യത്തെ ഉണ്ടാക്കി ആ സൈന്യങ്ങളെ, മന്ത്രിയുടെ സൈന്യങ്ങളെയൊക്കെ വധിച്ചു. പക്ഷേ ആ മന്ത്രി പശുക്കുട്ടിയെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. പ്രാണക്ഷേപ രുന്ധൻമുനി, ഒറ്റ സംസ്ഥപതാണ്. രുന്ധൻമുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ എന്നുള്ള സമസ്തപദം അത് തേന എന്നുള്ളതിലേക്ക് വിശേഷിക്കണം. തേന എന്നുള്ളതിൻ്റെ വിശേഷണം തേനാഞ്ച മന്ത്രിയാൽ. എങ്ങനെയുള്ള മന്ത്രി? രുന്ധൻമുനി, തടഞ്ഞതായ മന്ത്രിയുടെ ഉദ്യമത്തെ തടഞ്ഞതായ മഹർഷിക്ക് അത് സഹിച്ചില്ല, കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് സമ്മതിച്ചില്ല. അപ്പോൾ അതിനെ തടഞ്ഞു, മഹർഷി തടഞ്ഞു. പക്ഷേ ആ മഹർഷിയെ വധിച്ചു. ആര്? മന്ത്രി, കാർത്തവീര്യാർജുനൻ്റെ മന്ത്രി മഹർഷിയെ വധിച്ചു, ജമദഗ്നി മഹർഷിയെ വധിച്ചു. അങ്ങനെ പ്രാണക്ഷേപം, ആ തടഞ്ഞതായ മുനിയുടെ പ്രാണക്ഷേപം കൊണ്ട്, അദ്ദേഹത്തിനെ വധിച്ചത് കൊണ്ട്, ഇല്ലാതാക്കിയത് കൊണ്ട്, പ്രാണങ്ങളെ നശിപ്പിച്ചത് കൊണ്ട് സരോഷയായി തീർന്നു ഗോവ്, കുപിതയായി തീർന്നു പശു. ആ പശു മന്ത്രിയോടൊപ്പം വന്നതായിട്ടുള്ള ചമൂചക്രത്തെ മുഴുവൻ ഹരിച്ചു. ഗോഹത, ഗോവിനാൽ ഹതമായ, ഹനിക്കപ്പെട്ട ചമൂചക്രത്തോടുകൂടിയ സൈന്യ സമൂഹത്തോടുകൂടിയ തേന എന്ന്, അതായത് ആ മന്ത്രിയാൽ വത്സഹ ഹൃതഃ, പശുക്കുട്ടി ഹരിക്കപ്പെട്ടു, അപഹരിക്കപ്പെട്ടു എന്ന്. അതായത് ഗോവിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ കുട്ടിയെ കൊണ്ടുപോയി വേഗം എന്നാണ്. വത്സഹ ഹൃതഃ. അപ്പം അവിടെ ആ ഒരു വലിയ സമസ്തപദം കൊണ്ട് അങ്ങനെ കുറേ കഥ പറഞ്ഞിരിക്കുകയാണ് അവിടെ. ആഖേടോപഗതോർജുന, ആഖേടമായിട്ട്, ആഖേടത്തിന് നായാട്ടിനായി വന്നതായ അർജുനൻ സുരഗവീ സംപ്രാപ്ത സമ്പൽഗണൈഹി, സുരഗവി കാമധേനുവിനാൽ സംപ്രാപ്തമായ കിട്ടിയതായ സമ്പൽഗണങ്ങളെ കൊണ്ട് സുരഗവീ സംപ്രാപ്ത സമ്പൽഗണൈഹി ത്വൽപിത്രാ പരിപൂജിത, ആ ഗണങ്ങളോടുകൂടി തൻ്റെ ത്വൽപിത്ര, അങ്ങയുടെ പിതാവിനാൽ പരിപൂജിതനായി സൽക്കരിക്കപ്പെട്ടു. അങ്ങനെ സൽക്കരിച്ചതായ രാജാവ് സന്തോഷത്തോടുകൂടി തിരിച്ചുപോയി പുരത്തിലേക്ക്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ദുർമന്ത്രിവാച, ദുഷ്ടന്മാരായ മന്ത്രിമാരുടെ വാക്കുകൊണ്ട് പുനഃ വീണ്ടും ഗാം ക്രേതും, ആ പശുവിനെ വിലയ്ക്ക് വാങ്ങാനായി സജീവം നിയുക്ത, മന്ത്രിയെ നിയോഗിച്ചു. ആ തേന അഭി, ആ മന്ത്രിയാരാകട്ടെ നിയുക്ത കുധിയാ തേന അഭി, കുത്സിത ബുദ്ധിയായ, ദുഷ്ടബുദ്ധിയായ ആ മന്ത്രിയാൽ വത്സഹ ഹൃതഃ, വത്സൻ പശുക്കുട്ടി
കൊണ്ട് അപഹരിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ? അതിൻ്റെ പിന്നെയാണ് പറയണത്. തേനാപി രുന്ധൻമുനി പ്രാണക്ഷേപ സരോഷ ഗോഹതചമൂചക്രേണ എന്ന വിശേഷണത്തിൽ കൂടിയാണ് എങ്ങനെയാണ് മന്ത്രി കൊണ്ടുപോയത് എന്ന് പറയുകയാണ്. രുന്ധൻമുനി തടയുന്നതായ, തൻ്റെ പരിശ്രമത്തെ തടയുന്നതായിട്ടുള്ള മഹർഷിയുടെ പ്രാണക്ഷേപത്തിൽ അദ്ദേഹത്തിനെ വധിച്ചതിൽ സരോഷ ആയി തീർന്ന കോപിച്ചതായ ഗവി ഗോവിൻ്റെ കാമധേനുവിൻ്റെ ഗോഹത ചമൂച ഗോന്നേയുള്ളൂ, അവിടെ ഗോന്നേയുള്ളൂ. ഗോവിനാൽ വധിക്കപ്പെട്ടതായ ചമൂചക്രത്തോടു കൂടി, അതായത് ഗോവിൽ നിന്ന് വന്നതായിട്ടുള്ള സൈന്യസമൂഹത്താൽ വധിക്കപ്പെട്ട തൻ്റെ സൈന്യ സമൂഹത്തോടു കൂടിയ ആ മന്ത്രിയാൽ വത്സഹ ഹൃതഃ, ആ പശുക്കുട്ടി അപഹരിക്കപ്പെട്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നും കൂടി ശ്ലോകം പറയാം. ആഖേടോപഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വൽപിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സജീവം ന്യയുങ്ക്ത കുധിയാ തേനാപിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹതനമൂചക്രേണ വത്സോഹൃത. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നായാട്ടിന്നഥവന്നൊരർജുനനുമാ സൈന്യത്തിനും നല്ല പോൽ താതൻ നൽകി സമൃദ്ധ ഭോജനമഹോ ഗോദത്ത വസ്തുക്കളാൽ ദുർമന്ത്രി വചനൽ മൃഗത്തെ വിലയായി ചോദിച്ചെതിർത്തു മുനി. കൊന്നു മാമുനിയെ കവർന്നു ശിശുവേ, സൈന്യത്തെ കൊന്നു പശു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.